ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് പോവാണ്. അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് മൂന്നാം താലപ്പൊലിയുടെ അന്നാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 12:30 കഴിഞ്ഞപ്പോഴേക്കും വിട്ടിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നേരിട്ട് പോണത്. ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്നും കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ഒരു 3-4 സ്റ്റോപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി. അങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഉച്ചയാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ മൂന്നാം താലപ്പൊലിക്ക് പോയത് കൊണ്ട് തന്നെ ഒന്നാം താലപ്പൊലിക്ക് മുന്നേക്ക് ആയിട്ട് തന്നെ നമ്മുടെ തൊട്ടിഞ്ഞാലും എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒന്നാം താലപ്പൊലി മുതൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ നാലാം താലപ്പൊലിക്ക് നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഒന്നാം താലപ്പൊലി മുതൽ നാലാം താലപ്പൊലി വരെയും ഭയങ്കര ബ്ലോക്കായിരിക്കും കേട്ടോ ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിറച്ച ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടികൾ ബസ്സൊക്കെ ഒന്നും ഇങ്ങോട്ടേക്ക് വരില്ല. ആ ഒരു ടൈമുണ്ട് ഉച്ചവരെയും ഉള്ള നമ്മുടെ ആ പൂരം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. നമ്മൾ വന്നത് ഉച്ച ടൈമിലായതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാണ്ട് എല്ലാ കാഴ്ചകളും കാണാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂരം തുടങ്ങണ ആ ഒരു ടൈം വരെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ബ്ലോക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അമ്പലത്തിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് വിലക്കുറവിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെയും കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചെരുപ്പൊക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചെരുപ്പുകളും ഡ്രസ്സുകളൊക്കെ വളരെ വിലക്കുറവിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷനും ഉണ്ടായിരുന്ന ചെരുപ്പുകളൊക്കെ ഞാൻ 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാവേ ആ ചെരുപ്പുകൾ. അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആനകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആനകളെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സംഭവം മാത്രമില്ല, നമ്മുടെ മരണക്കിണർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കുറവ് നല്ലപോലെ അറിയുന്നുണ്ട്. പിന്നെ അതിന് പകരമായിട്ട് 2 വഞ്ചികൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ എല്ലാ കൊല്ലവും വരുമ്പോഴും റൈഡിലൊക്കെ കയറാറുണ്ട്. അതായത് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആ ടൈമിലാണ് വരാറ്. ഇത്തവണ ഫ്രണ്ട്സായിട്ട് ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് ചെടികൾ കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാം അവിടെ. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബ്ലോക്ക് കിട്ടും അല്ലെങ്കിൽ. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പറവൂർക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.